തുടരുക, നവമിയും തുടരുക. നമുക്ക് രാജു പി നായരുണ്ട്, അദ്ദേഹം അവിടെ തൊട്ടടുത്തുണ്ട്. രാജു പി നായരൻ, താങ്കൾ എന്താണ് മനസ്സിലായത്? വലിയ ഉഗ്ര സ്ഫോടനമായിരുന്നല്ലേ? അതെ, വലിയ ശബ്ദത്തോടുള്ള ഉഗ്ര സ്ഫോടനത്തോടെയായിരുന്നു ഇത്. തൃപ്പൂണിത്തുറ പുതിയാവ് ക്ഷേത്രത്തിലെ താലപ്പൊലിയുമായി ബന്ധപ്പെട്ട് ഇന്ന് നടക്കുന്ന വെടിക്കെട്ട് വേണ്ട സാമഗ്രികൾ കൊണ്ടുവന്ന് ഇവിടെ ഈ സ്ഥലത്ത് ശേഖരിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വാഹനത്തിനകത്ത് വെച്ചുകൊണ്ടാണ് ഈ സ്ഫോടനം ഉണ്ടായത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വലിയ രീതിയിലുള്ള സ്ഫോടനമായിരുന്നു. സമീപ പ്രദേശങ്ങളിലുള്ള കെട്ടിടങ്ങൾക്കെല്ലാം സാരമായ പരിക്ക് പറ്റിയിട്ടുണ്ട്. 6 പേരോളം അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട്. അതിനകത്ത് 3 പേരോളം നില ഗുരുതരമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൂടാതെ വീടുകളിൽ വെച്ചിട്ട് ഒരു സ്ത്രീ ഉൾപ്പെടെ ഈ സ്ഫോടനത്തിന്റെ ഒരു ആഘാതത്തിൽ വീടുകൾക്ക് കേടുപാട് പറ്റിയിട്ടുണ്ട്. അതിന്റെ ഒരു സ്ത്രീക്ക് പരിക്ക് പറ്റിയിരുന്നു, അവരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതല്ലാതെ നിസ്സാരമായ പരിക്കുകൾ കണ്ടമാനം ആൾക്കാർക്ക് ചുറ്റുവട്ടത്തുള്ള വീടുകൾക്കകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നും കൂടി മനസ്സിലാക്കുകയാണ്. വലിയ ദാരുണമായ ഒരു സംഭവമാണ്. നമുക്ക് നാട് ഞെട്ടിത്തെരിച്ചു പോകുന്ന രീതിയിൽ, കാരണം വളരെ ഉഗ്ര ശബ്ദത്തോടുകൂടിയുള്ള സ്ഫോടനമായിരുന്നു. ആ പ്രദേശം മുഴുവൻ ഏകദേശം നടക്കുന്നതിൽ ഉള്ള വലിയ സ്ഫോടനവും ആയിട്ടായിരുന്നു. ജനങ്ങൾ മുഴുവൻ പരിഭ്രാന്തിയിലായിരുന്നു. അപ്പോ ഇപ്പോ 6 പേരിൽ നിന്നാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ 3 പേരുടെ നിലയാണ് ഗുരുതരം. എന്തായാലും മറ്റ് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് ആശിക്കുകയാണ്. ശരി, നവമി അവിടെ തത്സമയം തുടരുന്നു. നവമി, ആ നാട്ടുകാരുടെ ഒരു പ്രതികരണത്തിലേക്ക് കൂടി ഒന്ന് പോകണം. രഞ്ജിത്ത്, ഇവിടെ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ശ്രീ പ്രദീപ് കുമാർ ഉണ്ട്, നഗരസഭാ വൈസ് ചെയർമാൻ. ശ്രീ പ്രദീപ് കുമാർ, വലിയ സ്ഫോടനമായിരുന്നു, സമീപത്തെ ജനൽ ചില്ലുകൾക്കടക്കം തകരാർ സംഭവിച്ചിട്ടുണ്ട്. എന്താണ് താങ്കൾക്ക് മനസ്സിലാകുന്ന വിവരം? അവിടെ ഒരു പടക്ക വിൽക്കുന്ന കടയുണ്ടായിരുന്നു. അവിടെ കൊണ്ടുവന്ന ലോഡ് ഇറക്കുന്ന സമയത്ത് വാഹനം അടക്കം പൊട്ടിത്തെറിക്കുക ചെയ്തത്. സ്ക്രാച്ച് ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ് തീപിടുത്തം ഉണ്ടാകാനും സാധ്യത. അപ്പൊ അവിടെ സൂക്ഷിച്ചിരുന്ന പടക്കമല്ല അല്ലെ, വാഹനത്തിൽ കൊണ്ടുവന്ന പടക്കമാണ്. കൊണ്ടുവന്നത് കൂടിയാണ്. കൊണ്ടുവന്ന് ഇറക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പൊട്ടിത്തെറിച്ചത്. ഒറ്റ സ്ഫോടനമാണ്. ആ സ്ഫോടനത്തിൽ ആ കെട്ടിടവും പടക്കക്കടയും അതിന്റെ സമീപത്തുണ്ടായിരുന്ന ഓഫീസ് കെട്ടിടവും അടക്കം പൂർണ്ണമായും തകർന്നു. 5 തൊഴിലാളികൾ അവരുണ്ടായിരുന്നു. അവർക്കെല്ലാവർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. അതിനകത്ത് ഒരാളിപ്പോ വിഷ്ണു എന്ന് പറയുന്ന ആള് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ മരണപ്പെട്ടതായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു മരണം സംഭവിച്ചിട്ടുണ്ടല്ലേ? ഒരു മരണം. വിഷ്ണു എത്ര വയസ്സുള്ള അറിയാമോ? എത്ര വയസ്സുകാരനല്ല, ഒരു 10-40 വയസ്സുള്ളതാണോ, 45 വയസ്സുള്ളതാണോ മരണപ്പെട്ടിട്ടുണ്ട്. വീടിന്റെ പരിസരങ്ങളിലുള്ള ഏതാണ്ട് ഒരു 6-7ഓളം വരുന്ന സ്ത്രീകളടക്കമുള്ളവർക്ക് ഇതിന്റെ ആഘാതത്തിൽ ചില്ല് പൊട്ടിത്തെറിച്ച് എല്ലാ വീടുകളുടെയും തന്നെ മേൽക്കൂരകളും ജനലുകളും ഒക്കെ തകർന്നു തരിപ്പണമായി പോയി. അപ്പൊ അതിന്റെ ആഘാതത്തിൽ ഒരു 5-6-7 സ്ത്രീകളടക്കമുള്ളവർക്ക് പരിക്കുണ്ട്. അത് നിസ്സാര പരിക്കുകളാണ് എങ്കിലും അവരും ഇവിടെ താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. 12 പേര് ഇപ്പൊ അഡ്മിറ്റ് ആണ് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രി. ഓക്കെ, 12ഓളം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ടല്ലേ? 12 ആളുകൾക്ക് പരിക്ക്. ശരി, നന്ദി. സാറിലേക്ക് വരാം. 12 ആളുകൾക്ക് പരിക്കുണ്ട്. ഒരു മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. വിഷ്ണു എന്നാണ് മരിച്ച ആളുടെ പേര്. ഈ പടക്കം, ഒരു വാഹനത്തിൽ പടക്കം കൊണ്ടുവന്ന് ഇറക്കുന്നതിനിടയിലാണ് ഈ അപകടം സംഭവിച്ചത്. അവിടെ സൂക്ഷിച്ചിരുന്ന പടക്കമല്ല, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 40 വയസ്സുകാരൻ, ഏകദേശം 40 വയസ്സ് എന്നാണ് നഗരസഭാ വൈസ് ചെയർമാൻ പറയുന്നത്. ഒരാളുടെ നില കൂടി ഗുരുതരമാണ്. നമുക്ക് വാഹനം കാണാം, ആ പടക്കം കൊണ്ടുവന്ന വാഹനമാണ് അതെന്ന് മനസ്സിലാകുന്നു. പൂർണ്ണമായും തകർന്ന നിലയിലാണ് ആ വാഹനം ഉള്ളത് എന്നുകൂടി കാണണം. അത്ര ഭീതിജനകമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വാഹനം പൂർണ്ണമായി തകർന്നിരിക്കുന്നു. ഒരു മരണം സംഭവിച്ചിരിക്കുന്നു എന്ന് നഗരസഭാ വൈസ് ചെയർമാൻ നമ്മളോട് വ്യക്തമാക്കി. വിഷ്ണു എന്നാണ് മരിച്ച ആളുടെ പേര്. 40 വയസ്സ് ഏതാണ്ട് പ്രായമുള്ള ഒരാൾ കൂടിയാണ് വിഷ്ണു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 25ഓളം വീടുകൾക്ക് സമീപത്തെ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഇത് വളരെ ഗൗരവമേറിയ ഒരു അപകടമായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. 12 ആളുകൾ ഇതിനകം ആശുപത്രിയിലുണ്ട് എന്നും നഗരസഭാ വൈസ് ചെയർമാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. 12 ആളുകൾ ഈ പ്രദേശത്ത് ഇപ്പോൾ ഈ ആശുപത്രിയിൽ ഉണ്ട്. അങ്ങനെ നിർണായകമായ ദാരുണമായ ഒരു സംഭവമായി ഇത് മാറുന്ന സാഹചര്യമാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ നവമി കേൾക്കാമോ? ഏറ്റവും പുതിയ വിവരങ്ങൾ. രഞ്ജിത്ത്, മരിച്ച വിവരം നമുക്കിപ്പോഴും ഇവിടെ നിന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. എന്നാലും നഗരസഭാ വൈസ് ചെയർമാൻ പറഞ്ഞ കാര്യം തന്നെയാണ് നമ്മളും ആവർത്തിക്കുന്നത്. ഒരാൾ മരിച്ചു എന്നുള്ളൊരു വിവരമാണ് നഗരസഭാ വൈസ് ചെയർമാൻ അറിയിക്കുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയൊരു സ്ഫോടനമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും വലിയൊരു അപകടം തന്നെയാണ് ഈ
ഈ പടക്ക നിർമ്മാണശാലയെ, അതായത് ഈ സമീപത്തെ പുതിയകാവ് ക്ഷേത്രത്തിലേക്ക് ഇന്ന് കൊണ്ടുപോകേണ്ട വെടിക്കോപ്പുകളായിരുന്നു. ഇത് ട്രാവലറിൽ വെച്ച് ഈ സംഭവ സ്ഥലത്തേക്ക്, ഈ അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം രഞ്ജിത്ത്, ഈ ടെമ്പോ ട്രാവലറിലാണ് ഈ പടക്കം കയറ്റിയത്. ഇതിൽ നിന്നും കൊണ്ടുപോകുന്നത്, അതായത് ഈ ടെമ്പോ ട്രാവലറിൽ കയറ്റി അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് ഇത് പൊട്ടിത്തെറിക്ക് വലിയ ഉഗ്രസ്ഫോടനമുണ്ടായി, വലിയ തീയുണ്ടായി. നാട്ടുകാർ പരിഭ്രാന്തരായി. സമീപത്തെ വീടുകളിലൊക്കെ നമുക്ക് ഈ പടക്ക നിർമ്മാണശാലയ്ക്ക് 4 ചുറ്റും വീടുകളാണ്. ഈ 4 ചുറ്റിലെ വീടുകളിലെല്ലാം ഗുരുതരമായ പരിക്കുകളുണ്ട്. ഈ ജനൽ ചില്ലകളെല്ലാം നശിച്ചിരിക്കുന്നു. വീടിന്റെ മേൽക്കൂര വരെ പോകുന്ന ഒരു സാഹചര്യം, അതോടൊപ്പം കതക് ഇളകി വരുന്ന സാഹചര്യം. ഏകദേശം 300 മീറ്റർ സമീപത്ത്, അതായത് 300 മീറ്റർ പ്രദേശത്തെ വീടുകളിലെല്ലാം വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ വീട്ടിലെ ആളുകൾക്കൊന്നും പരിക്കുകളില്ല എന്നുള്ളത് വലിയൊരു സമാധാനം നൽകുന്ന ഒരു കാര്യമാണ്. വലിയൊരു ദുരന്തമാണ് അത്തരത്തിൽ നോക്കുമ്പോൾ ഒഴിവായിരിക്കുന്നത്. എങ്കിൽ പോലും ഒരാൾ മരിച്ചു എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട് രഞ്ജിത്ത്. എന്തായാലും ഏകദേശം 10ഓളം, അതായത് ഈ 10 പേരും ഈ സ്ഥാപനത്തിൽ തന്നെ, ഈ ഒരു പടക്കശാലയിൽ തന്നെ ജീവനക്കാരാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അവരെയാണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. നമുക്ക് ഇവിടെ സമീപത്തുള്ളവരോട് തന്നെ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ചോദിക്കാം. ചേട്ടാ, ഈ സംഭവ സമയത്ത് ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല, ഞങ്ങൾ ഇങ്ങോട്ട് ഓടി വന്നതാണ്. ഈ ശബ്ദം കേട്ട് ഓടി വന്നതാണ്. അപ്പൊ എന്തായിരുന്നു നിങ്ങൾ ഇവിടെ കണ്ടത്? പുകയൊക്കെ ആയിരുന്നു. അല്ലാണ്ട് പിന്നെ നമ്മൾ ആ സമയത്ത് എല്ലാവരും രക്ഷപ്രവർത്തനം നടത്തണമല്ലോ, അല്ലാണ്ട് നമ്മൾ അങ്ങനെ നോക്കിക്കാൻ പറ്റില്ലല്ലോ. അല്ലാണ്ട് ഞങ്ങൾക്ക് വേറെ അതിനെ കുറിച്ച് അറിയില്ല. എത്ര പേരെയാണ് നിങ്ങൾ ഇവിടുന്ന് ആശുപത്രിയിൽ? അത് എണ്ണ അറിയില്ല, ഓരോരുത്തരല്ലേ കയറ്റി കൊണ്ടുപോകണത്. അപ്പൊ എത്ര പേരുണ്ടെന്നൊന്നും കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റില്ല. 5 പേരുണ്ടാവും. ഈ പടക്കശാല കുറെ നാളുകളായിട്ട് ഇല്ല, അത് ഈ സീസണിൽ മാത്രം ചെയ്യണതാണ്. ഈ പുറത്തുനിന്ന് കൊണ്ടുവന്ന് ചെയ്യണതാണ്. അതായത് ഇന്ന് ഉത്സവവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നതാണ്. ഇത് ആരുടെ ഉടമസ്ഥതയിലാണെന്നല്ലോ? കരയോഗത്തിന്റെ ആണ്. ഈ ഒരു ട്രാവലറിലാണ് കയറ്റി കൊണ്ടുപോകുന്നത്. അതെന്ന് തോന്നുന്നു, അറിയില്ല. ഞങ്ങളിത് സൗണ്ട് കേട്ടാണ് ഇവിടെ വന്നത്. കരാറുകാരുടെ വണ്ടിയായിരുന്നു. കരാർ ഏൽപ്പിച്ചവരുടെ വണ്ടിയിൽ